യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 1-ാം തിരുവചനം. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ, നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും എത്ര കരുതലോടെയാണ് പരിപാലിക്കുന്നതെന്നും സംരക്ഷിക്കുന്നതെന്നും ഈ തിരുവചനത്തിലൂടെ നമുക്ക് വിശ്വാസത്തോടെ ഏറ്റെടുക്കാം. നമ്മളെ ഓരോരുത്തരെയും പേര് ചൊല്ലിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ആ ദൈവമായ കർത്താവ് വളരെ വ്യക്തതയോടെ പറയുകയാണ്, നീ എൻ്റേതാണ്. ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയും നമ്മളോട് പറയില്ല നീ എൻ്റേതാണെന്ന്. സ്വർഗത്തിലും ഭൂമിയിലും നമ്മളായിരിക്കുന്ന സമയം നമ്മളെ പരിപാലിക്കുന്ന ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നീ എൻ്റേതാണ്. ആ ദൈവത്തെയാണ് നമ്മൾ പലപ്പോഴും ഉപേക്ഷിച്ചു പോകുന്നത്. ആ ദൈവം എന്നിട്ടും സ്നേഹത്തോടെ നീ എൻ്റേതാണ്, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് വീണ്ടും സ്നേഹത്തോടെ നമ്മളെ സ്വീകരിക്കുന്നു. വളരെ വ്യക്തതയോടെ പറയുകയാണ്, നിന്നെ സൃഷ്ടിക്കുകയും നിന്നെ രൂപപ്പെടുത്തുകയും നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നതുമായ ഞാൻ, നിന്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ എൻ്റേതാണ്. ആര് നിന്നെ ഉപേക്ഷിച്ചാലും എന്തെല്ലാം പ്രതിസന്ധികൾ നിനക്ക് വന്നാലും ഭയപ്പെടേണ്ട, നീ എൻ്റേതാണ്. ഇങ്ങനെ പറയുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമല്ലാതെ വേറെ ആരുണ്ട്? ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം. ദൈവത്തിൻ്റെ സ്വന്തമായ എന്നെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ആ ദൈവത്തിന് നന്ദി പറയാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കർത്താവിൻ്റെ പരിപാലനയിലായിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. രാവിലെ നമ്മളെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഈ നിമിഷം വരെ നിങ്ങൾ എന്തെല്ലാം ചെയ്തുവോ അത് ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിച്ചതിന് നന്ദി പറയാം. മക്കളെ അനുഗ്രഹിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. അവർക്ക് വിജയം കൊടുത്തതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ലോകസമാധാനത്തിന് നന്ദി പറയാം. യുദ്ധങ്ങൾ ഒഴിവായതിന് ദൈവത്തിന് നന്ദി പറയാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ഈശോയുടെ തിരുഹൃദയത്തിൽ ഏറ്റെടുത്തതിന് നന്ദി പറയാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനുമായ ദൈവം, ഏക കർത്താവായ യേശുക്രിസ്തു, സർവശക്തനും സർവാധിപനുമായ കർത്താവ് എന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ്റേതാണ് എന്ന് വളരെ വ്യക്തതയോടെ എനിക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.